ഹലോ, എം ലേൺ അക്കൗണ്ടിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ലേബർ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ലേബർ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിലൊരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ലേബർ എന്ന് പറയുന്ന ടേം മീൻ ചെയ്യുന്നത്? ദി ഹ്യൂമൻ എഫേർട്ട് required to perform an activity or a job or produce a product or render a service is termed as labor. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ, ഒരു ജോലി ചെയ്യാനായിട്ട് ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹ്യൂമൻ എഫേർട്ടിനെ അല്ലെങ്കിൽ ഹ്യൂമൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെയാണ് ലേബർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദി റിമ്യൂണറേഷൻ പേയബിൾ ടു ദി ലേബർ ഈസ് കോൾഡ് വേജസ്. അങ്ങനെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഹ്യൂമൻ എഫേർട്ടാണോ അവിടെ യൂസ് ചെയ്തത് അങ്ങനെയുള്ള ലേബേഴ്സിന് കൊടുക്കുന്ന റിമ്യൂണറേഷനെയാണ് വേജസ് എന്ന് പറയുന്നത്. വേജസ് ഇൻക്ലൂഡ് ദി മോണിറ്ററി ബെനിഫിറ്റ്സ്, ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്സ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. മോണിറ്ററി ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ക്യാഷായിട്ട് കൊടുക്കുന്ന, മണിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ വേജസ് ഉണ്ടാകും, ഡിയർനെസ് അലവൻസ്, അതുപോലെ ട്രാവലിംഗ് അലവൻസ് എല്ലാം മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്സിൽ എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തിലേക്കൊക്കെ ഉള്ളത്? പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക്, അതുപോലെ ESI, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അതിലേക്ക് എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷണൽ അലവൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുക, അതെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സിലാണ് വരുന്നത്. അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. ഈ ലേബറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ലേബറേഴ്സിന് കൊടുക്കുന്ന റിമ്യൂണറേഷനെയാണ് വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് വർക്കേഴ്സിനും ഇൻഡയറക്റ്റ് വർക്കേഴ്സിനും കൊടുക്കുന്ന വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദി സ്കെയിൽ ഓഫ് പേ ആൻഡ് അതർ അലവൻസസ് അഡ്മിസിബിൾ ആസ് പെർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു പീരീഡിൽ അവർക്ക് കൊടുക്കുന്ന സ്കെയിൽ ഓഫ് പേ ആൻഡ് അതർ അലവൻസസ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിലാണ് വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം. ഈ വേജ് എന്ന് പറയുന്നത് ടൈം ടു ടൈം മോഡിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ മെത്തേഡ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് എന്ന് പറയുന്നത് റിമ്യൂണറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈം, ടൈമിൻ്റെ ബേസിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റിമ്യൂണറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിസൾട്ട് ഓർ ഔട്ട്പുട്ട്. എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പീസിന് കൊടുക്കുന്ന റേറ്റ്, ഔട്ട്പുട്ടിൻ്റെ ബേസിലായിരിക്കും പീസ് റേറ്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റംസും ഡിഫറൻറ്റ് ഹെഡായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ടൈം റേറ്റ് സിസ്റ്റത്തിൽ തന്നെ 3 വരുന്നുണ്ട്. അറ്റ് ഓർഡിനറി ലെവൽസ്, ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി ലെവൽ, ഡിഫറൻഷ്യൽ ടൈം റേറ്റ്. അതുപോലെ പീസ് റേറ്റ് സിസ്റ്റത്തിൽ സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റിൽ അഗെയിൻ ഒരു 3 ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്: ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് ഗാൺ ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഇനി ഇത് കൂടാതെ ഒരു പ്രീമിയം ബോണസ് സിസ്റ്റം കൂടെ വരുന്നുണ്ട്. അതിൽ ഹാൽസെ പ്രീമിയം പ്ലാൻ, ഹാൽസെ വെയർ പ്രീമിയം പ്ലാൻ, റൊവാൻ പ്ലാൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ടൈം റേറ്റ് സിസ്റ്റത്തിൽ വരുന്ന 3 ഏതൊക്കെയാണോ അതിനെപ്പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് പീസ് റേറ്റും ബോണസ് സിസ്റ്റം ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. എന്താണ് ടൈം റേറ്റ് സിസ്റ്റം? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് അണ്ടർ വിച്ച് വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ജോബ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്.
ഇത് ഒരു വേജ് പേയ്മെന്റ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നത് അവർ എത്ര ടൈമാണോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് ആ ഒരു ടൈമിന്റെ ബേസിലായിരിക്കും കാൽക്കുലേഷൻ നടത്തുന്നത്. അവിടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ദ ടൈം സ്പെൻഡ് മേ ബി ആൻ അവർ, എ ഡേ, എ വീക്ക് ഓർ എ മന്ത്. അത് ടൈം സ്പെൻഡ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറാകാം, ഒരു ദിവസത്തേതാകാം, അല്ലെങ്കിൽ ഒരു ആഴ്ചയിലോ മാസത്തിലോ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ എമൗണ്ട് ഓഫ് വേജസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ടൈം റേറ്റ് വിത്ത് ദി ടൈം സ്പെൻഡ്. ഒരു മണിക്കൂറിൻ്റെ റേറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു റേറ്റിനെ എത്ര ടൈമാണോ ജോലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് ആ ഒരു ടൈം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം പ്രകാരമുള്ള വേജ് കിട്ടുന്നത്. ഇതൊരു സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് മെത്തേഡാണ്. മെത്തേഡ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റത്തിൽ ആദ്യം വരുന്നത് ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവലാണ്. അതായത് വർക്കർ ഈസ് പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ഹിം. ടൈം ഫോർ ദി പർപ്പസ് മേ ബി ആൻ അവർ. ഇപ്പോൾ ടൈം റേറ്റ് പറഞ്ഞതുപോലെ ഓർഡിനറി ലെവൽ എന്ന് പറയുന്നത് എത്ര മണിക്കൂർ ജോലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തോ ആ ഒരു ടൈമിൻ്റെ ബേസിലാണ് വേജ് കാൽക്കുലേറ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, അവേഴ്സ് വർക്ക്ഡ് 50, റേറ്റ് പെർ അവർ, ഒരു മണിക്കൂറിന് 100 രൂപ. ഇങ്ങനെയാണെങ്കിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 50 മണിക്കൂർ വർക്ക് ചെയ്തു, ഒരു മണിക്കൂറിന് 100 രൂപ വെച്ച്. നമ്മളുടെ ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവലിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ ആണ്. അപ്പോൾ അവേഴ്സ് വർക്ക്ഡ് എന്ന് പറയുന്നത് 50 ഇൻറ്റു ഒരു മണിക്കൂറിന് 100 രൂപ. അങ്ങനെ 5000 ആണ് നമ്മളുടെ ടോട്ടൽ വേജ് വരുന്നത്. ഓവർ ടൈം ഉണ്ടെങ്കിൽ ഓവർ ടൈമിന് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ്, ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി ലെവൽ. ഈ ഒരു സിസ്റ്റം പ്രകാരം where more efficient workers are paid at a rate higher than that of the ordinary workers. ഓർഡിനറി വർക്കർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റേറ്റ് ആണ്, കൂടുതൽ വേജ് ആണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കർക്ക് കിട്ടുന്നത്. ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഹയർ ടൈം റേറ്റ് ആണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കർക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ട് 2 റേറ്റ് ആർ ഫിക്സഡ്, 1 ഫോർ ലോവർ എഫിഷ്യൻസി ലെവൽ ആൻഡ് അതർ ഫോർ higher efficiency level. A high standard of efficiency and output are fixed. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ അല്ലെങ്കിൽ എഫിഷ്യൻസി ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആ ലെവലിൽ വർക്കർ വർക്ക് ചെയ്താൽ അയാൾക്ക് നോർമൽ റേറ്റ് ആണ് കിട്ടുന്നത്. എഫിഷ്യൻസി ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ റേറ്റ് വെച്ചിട്ട് വേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവല് ₹100 പെർ അവർ. ഒരു മണിക്കൂറിന് 100 രൂപയാണ് നോർമൽ റേറ്റ് തന്നിരിക്കുന്നത്. ഓർഡിനറി ലെവൽ എന്ന് പറയുന്നത് നോർമൽ ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 100 രൂപ വെച്ച് കൊടുക്കും. ടൈം റേറ്റ് അറ്റ് ഹയർ വേജ് ലെവൽ. ഇനി എഫിഷ്യൻസി ലെവൽ കൂടുതലാണെങ്കിൽ, ഈ നോർമൽ എഫിഷ്യൻസിയേക്കാൾ കൂടുതലാണ് ഒരാളുടെ എഫിഷ്യൻസി ലെവൽ എങ്കിൽ, ഒരു വർക്കറുടെ എഫിഷ്യൻസി ലെവൽ എങ്കിൽ അയാൾക്ക് ഒരു മണിക്കൂറിന് 120 റുപ്പീസാണ് പേ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 1000 യൂണിറ്റ്സ് പെർ വീക്ക് ഓഫ് 48 അവേഴ്സ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 1000 യൂണിറ്റ്സ് ആണ്. ഒരു വീക്കിൽ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ വീക്കിൽ 48 അവേഴ്സ് ആണ് ടോട്ടൽ വർക്ക് ചെയ്യുന്ന മണിക്കൂർ എന്ന് പറയുന്നത്. അത് 100% എഫിഷ്യൻസിയാണ്. ഓക്കെ, ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട്. എയും ബിയും 2 വർക്കറാണ്. എയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിരിക്കുന്നത് 850 യൂണിറ്റ്സ് പെർ വീക്ക്. ബിയുടെ യൂണിറ്റ് 1100 യൂണിറ്റ്സ് പെർ വീക്ക്. ഒരാഴ്ചയിൽ എ എന്ന് പറയുന്ന വർക്കർ 850 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ബി 1100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും കിട്ടുന്ന വേജ് എത്രയാണ്, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേഷൻ ഓഫ് വേജസ് എന്ന ഹെഡിങ് എഴുതിയിട്ട് 2 വർക്കറുടെയും നമുക്ക് വേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എയുടെ വേജ്, അതുപോലെ ബി എന്ന് പറയുന്ന വർക്കർക്ക് കിട്ടുന്ന വേജസ്. അപ്പം അതിനു മുമ്പ് ഇവരുടെ എഫിഷ്യൻസിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എഫിഷ്യൻസി ലെവൽ 100%നേക്കാൾ കൂടുതലാണോ കുറവാണോ അത് നമുക്കറിയണ്ടേ. അപ്പോൾ എഫിഷ്യൻസി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എയുടെ പ്രൊഡക്ഷൻ
എത്ര യൂണിറ്റ് ആണ്? 850 യൂണിറ്റ്. 850 യൂണിറ്റ് എ പ്രൊഡ്യൂസ് ചെയ്തു, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് എത്രയാ? 1000 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു, ഇനി എഫിഷ്യൻസി എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 85% ആണ്. അപ്പോൾ നോക്കാം, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100%നേക്കാൾ ബിലോ ആണ് അല്ലേ? അപ്പോൾ ബിലോ എഫിഷ്യൻസി ഉള്ള ഒരു വർക്കർക്ക് നമ്മൾ കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് ഓർഡിനറി ലെവലിലുള്ള വേജ് ആയിരിക്കും, നോർമൽ റേറ്റിലുള്ള വേജ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ വേജ് ഇവിടെ എയുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേജസ് ഈക്വൽ ടു 48 hours ഇൻറ്റു റേറ്റ്, നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 100 ഈക്വൽ ടു 4800 റുപ്പീസ്. 4800 ഇതാണ് എക്ക് കിട്ടുന്ന വേജ്. ബിയുടെ വേജിന് ഇതുപോലെ ബിയുടെ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എഫിഷ്യൻസി ലെവല് ഓഫ് ബി അല്ലേ? ഇവിടെ എഫിഷ്യൻസി ലെവൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്? ബി പ്രൊഡ്യൂസ് ചെയ്തത് 1100 യൂണിറ്റ് ആണ്, ഈക്വൽ ടു 1100 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 ആണ്, ഇൻറ്റു 100 ഈക്വൽ ടു 110%. അപ്പോൾ ഇവിടെ നോക്കിയേ, 100%നേക്കാൾ എബവ് ആണ് ബിയുടെ എഫിഷ്യൻസി ലെവൽ. ക്ലിയർ ആയോ? ഓരോ വർക്കറും പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റിനെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി ലെവൽ കിട്ടും. ഇപ്പം 110% ആണ് ബിയുടെ എഫിഷ്യൻസി ലെവൽ എന്ന് പറഞ്ഞാൽ ബിക്ക് കിട്ടുന്ന വേജ് ഹയർ ലെവലിലുള്ളതായിരിക്കണം. അപ്പം ഇവിടെ ഹയർ ലെവലിലുള്ള വേജ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയാ? 120. ഒരു മണിക്കൂറിന് 120 രൂപയാണ് ഹയർ ലെവലിലുള്ള വേജ് പറഞ്ഞിരിക്കുന്നത്. എക്ക് കിട്ടിയത് ഓർഡിനറി ലെവലിലുള്ള 100 റുപ്പീസ് ആയിരുന്നു, ബിക്ക് കിട്ടാൻ പോകുന്നത് 120 റുപ്പീസാണ്. അപ്പോൾ ടോട്ടൽ എത്ര മണിക്കൂർ ബി വർക്ക് ചെയ്തിട്ടുണ്ട്? 48 hours അല്ലേ? ഇപ്പോൾ ബിയുടെ വേജ് എന്ന് പറയുന്നത് വേജസ് ഈക്വൽ ടു 48 മണിക്കൂർ. ഒരാഴ്ചയിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു. ഹൈ എഫിഷ്യൻസി ആയതുകൊണ്ട് 120 റുപ്പീസ് വെച്ചിട്ടാണ് വേജ് കാൽക്കുലേറ്റ് ചെയ്യണത്. ബിക്ക് കിട്ടുന്നത് 5760 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി ലെവലിൽ വർക്കറുടെ എഫിഷ്യൻസിയുടെ ബേസിൽ ഹൈ റേറ്റ് കിട്ടുന്നു. ക്ലിയർ ആയല്ല? നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻഷ്യൽ ടൈം റേറ്റ് ആണ്. ഡിഫറൻഷ്യൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ ഡിഫറൻറ്റ് ടൈം റേറ്റ് ആർ ഫിക്സഡ് ഫോർ ഡിഫറൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ കണ്ടത് ഓർഡിനറി ലെവലും ഹയർ ലെവലും ആണ്. അപ്പോൾ അടുത്ത മെത്തേഡിൽ ഡിഫറൻറ്റ് ടൈം റേറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. അത് അവിടെ ഡിഫറൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസിക്ക് ഡിഫറൻറ്റ് റേറ്റ് വെച്ചിട്ടായിരിക്കും വേജ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പം നോർമൽ എഫിഷ്യൻസി ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതായത് നമ്മളുടെ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ആ ഒരു ലെവലിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വർക്കറുടെ വേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി നോർമൽ ലെവൽ വരെയാണ് ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് നോർമൽ ഓർഡിനറി ലെവലിലുള്ള വേജ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ₹100 പെർ അവർ, ഒരു മണിക്കൂറിന് 100 രൂപ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പറഞ്ഞിരിക്കുന്നത് 50 യൂണിറ്റ്സ് പെർ ഡേ ഓഫ് 8 hours. ഈ 8 hour എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അവർ ആണ്. 50 യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണത്. ദെൻ റേറ്റ് ഒരു മണിക്കൂറിന് 100 റുപ്പീസാണ്. ഇപ്പം നോർമൽ റേറ്റൊക്കെയാണ് ആ 100 റുപ്പീസ് പറഞ്ഞിരിക്കുന്നത് നോർമൽ കപ്പാസിറ്റിയിൽ. ഇനി നോർമൽ എഫിഷ്യൻസി തന്നിരിക്കുന്നത് എത്രയാ? 80%. ഈ 80% കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ് ആണ് 50 യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്
എഫിഷ്യൻസി ലെവല് ബിറ്റ്വീൻ 80 ആൻഡ് 90% റേറ്റ് വരുന്നത് 102 ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റിൽ നിന്ന് കുറച്ച് കൂടുതലാണ് ഇവിടെ വന്നിരിക്കുന്ന റേറ്റ്. ദെൻ എഫിഷ്യൻസി ബിറ്റ്വീൻ 90% ആൻഡ് 100% ആണെങ്കിൽ റേറ്റ് 104 വരും. എബവ് 100% എഫിഷ്യൻസി ആണെങ്കിൽ റേറ്റ് വരുന്നത് 110 പെർ അവർ. ഒരു മണിക്കൂറിൻ്റെ റേറ്റ് ആണിത്. കണ്ട, ഇവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരു വർക്കറുടെ ഡിഫറൻറ്റ് പ്രൊഡക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. വർക്കർ എന്ന് പറയുന്നത് 38 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 48, 56 യൂണിറ്റ് ആൻഡ് 44 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ഈ വർക്കർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ? അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് റേറ്റ് ഓഫ് എഫിഷ്യൻസി ആണ്, അല്ലേ? അപ്പോൾ ആ ഒരു വർക്കർ 38 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് എഫിഷ്യൻസി എത്രയായിരിക്കും? അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 38 പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എത്രയാ? ആദ്യം പറഞ്ഞതാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 50% ആയതുകൊണ്ട് ഇൻറ്റു 100 ആഡ് ചെയ്യാം. അപ്പോൾ 38 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി വരുന്നത് 76% ആണ്. ഈ 76% എന്ന് പറയുന്നത് ബിലോ 100 ആണ്, അല്ലേ? ബിലോ 100% ആണ്. അപ്പോൾ ഈ ബിലോ 100% ആകുമ്പോൾ എത്ര വേജ് കൊടുക്കും? നോർമൽ റേറ്റിലുള്ള വേജ് ആണ് കൊടുക്കുന്നത്. നോർമൽ റേറ്റ് എത്രയാണ്? നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെയാണ് നോർമൽ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസത്തെ യൂണിറ്റ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം റേറ്റ് സിസ്റ്റം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൈമിൻ്റെ ബേസിലാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? 8 മണിക്കൂർ വർക്ക് ചെയ്തു. അപ്പോൾ ആ 8 മണിക്കൂറിന് എന്ത് കിട്ടും? ഒരു മണിക്കൂറിൻ്റെ റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, 8 അവേഴ്സ് വർക്ക് ചെയ്തു ഇൻറ്റു ഒരു മണിക്കൂറിന് 100 രൂപ, റുപ്പീസ് 800 ആണ്. 38 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ടൈം റേറ്റ് മെത്തേഡിൽ ടൈം റേറ്റിൻ്റെ കാൽക്കുലേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഡിഫറൻറ്റ് റേറ്റ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഡിഫറൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേറ്റ് ഓഫ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് 48 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 48 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 48 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 96% കിട്ടും. അപ്പോൾ ഈ 96% എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇവിടെ ഡിഫറൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസി അല്ലേ? 96% എവിടെ വരുന്നതാണ്? ബിറ്റ്വീൻ 90 ആൻഡ് 100%. ഓക്കെ, അപ്പോൾ ബിറ്റ്വീൻ 90 ആൻഡ് 100 ആണെങ്കിൽ എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത്? 104 വരും, അല്ലേ? അപ്പോൾ ഇവിടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. ദെൻ 48 യൂണിറ്റിന് എഫിഷ്യൻസി 96 ആണ്. റേറ്റ് വരുന്നത് 104, റുപ്പീസ് 832. കണ്ടോ, ഇവിടെ പ്രൊഡക്ഷൻ കുറച്ച് കൂടി, എഫിഷ്യൻസി അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തു, കിട്ടുന്ന റേറ്റും കൂടുതലാണ്. ദെൻ അടുത്തത് 56 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ 56 യൂണിറ്റിൻ്റെ എഫിഷ്യൻസി 56 ബൈ 50 ഇൻറ്റു 100 ലെവൽ വരുന്നത് 112% ആണ്. ഇവിടെ 100%-നേക്കാളും എബവ് ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ട, എബവ് 100% ആണെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര രൂപ വെച്ച് കൊടുക്കണം? 110 റുപ്പീസ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വേജ് 8 അവേഴ്സാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 110 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, റുപ്പീസ് 880. ദെൻ ലാസ്റ്റ് ഒരു യൂണിറ്റ് തന്നിരിക്കുന്നത് 44 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 44 യൂണിറ്റ്സിൻ്റെ എഫിഷ്യൻസി കാണാനായിട്ട് 44 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. ഇവിടെ
88% ആണ് എഫിഷ്യൻസി. അപ്പോൾ ഈ ഒരു എഫിഷ്യൻസി ഇൻ ബിറ്റ്വീൻ 80 ആൻഡ് 90, ഇൻ ബിറ്റ്വീൻ ഇതാണെങ്കിൽ റേറ്റ് വരുന്നത് 102 ആണ് അല്ലേ. സെയിം 8 hours വർക്ക് ചെയ്തു, 44 യൂണിറ്റിന് റേറ്റ് 102 rupees 816. ഇതാണ് ഡിഫറൻഷ്യൽ ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറൻറ്റ് എഫിഷ്യൻസി ലെവൽ ഉണ്ടാകും, അതുപോലെ തന്നെ ഡിഫറൻറ്റ് റേറ്റും ഉണ്ടാകും. അപ്പോൾ ഈ 3 മെത്തേഡും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പീസ് റേറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.